Hello all. So we were doing differentiation, rules for differentiation. So many rules we have studied: constant rule, product rule, addition, like that. Quotient rule in the previous class. So many rules. In this class we are going to see chain rule. So chain rule is applicable for a function like, suppose y is a function of u. Okay, u is another variable. Suppose y is a function of u and u is a function of x. In this kind of situation we will apply chain rule. Okay, എല്ലാ റൂളും എല്ലാ സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യാനുള്ളതല്ല, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓരോ റൂളാണ് ചൂസ് ചെയ്യുന്നത്. സോ ഹിയർ ചെയിൻ റൂൾ, y എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് u ആൻഡ് u ഇസ് എ ഫംഗ്ഷൻ ഓഫ് x. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. സോ ചെയിൻ റൂൾ ഇസ്, ഇഫ് this happens, then y is equal to function of u, but u is a function of x again. So f of g of x. In this case, so in a chain rule apply, derivative of y with respect to x. Basically y is a function of x. Okay, y is a function of u and u is a function of x, but basically y is a function of x. So we with respect to x ആണ് ചെയ്യുക. Okay, ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി എക്സ് തന്നെയാണ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് y ഇസ് എ ഫംഗ്ഷൻ ഓഫ് u, റൈറ്റ്? സോ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് y വിത്ത് റെസ്പെക്ട് ടു u, ദെൻ u ഇസ് എ ഫംഗ്ഷൻ ഓഫ് x, ദെൻ ഡിഫറൻഷിയേറ്റ് u വിത്ത് റെസ്പെക്ട് ടു x. ഈ റൂൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്യാം. ആക്ച്വലി ഇത് ക്യാൻസലേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് ജസ്റ്റ് എ നൊട്ടേഷൻ. പക്ഷേ ഈ ഡി യുവും ഈ ഡി യുവും കൂടി ക്യാൻസൽ ആയാൽ ഡി വൈ ബൈ ഡി എക്സ് തന്നെയാവും. സോ എക്സ്ട്രാ നമ്മളൊരു ഡി യു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാം. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി ട്രൂ. ഇത് ഡി യു എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ല, നമുക്ക് കട്ട് ചെയ്ത് കളയാൻ. ബട്ട് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫോർമുല ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡി വൈനെ ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് കൈൻഡ് യു ക്യാൻ മെമ്മറൈസ് ജസ്റ്റ്. So this is the chain rule. Okay, dy by dx is equal to dy by du. U is a function of y, so you can find dy by du, and u is a function of x, then you can find du by dx, like that. So let's do a problem first, then you will understand this concept. So suppose y is equal to 5x square plus 3 all raised to 4. So to differentiate this kind of thing, the previous rules that we have studied will not help, right? Product rule apply ചെയ്യാൻ പറ്റില്ല, quotient rule apply ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ മുൻപിൽ പഠിച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റൂൾസും നമുക്ക് ഇതിന് ആപ്ലിക്കബിൾ അല്ല. കാരണം ഇറ്റ്സ് ലൈക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഫംഗ്ഷൻ ഉണ്ട് ആൻഡ് ഇറ്റ്സ് പവർ 4. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ചെയിൻ റൂൾ. സോ ഇതിന് നമ്മൾ ചെയ്യുന്നത്, ടേക്ക് യു ആസ് 5x square plus 3. ഈ ഒരു ഇൻസൈഡ് പാർട്ടിൽ നമ്മൾ യു ആയിട്ട് ചൂസ് ചെയ്തു. സോ y ഇസ് എ ഫംഗ്ഷൻ ഓഫ്, സോ yനെ നമുക്ക് എങ്ങനെ എഴുതാം? u raised to 4, because 5x square plus 3 is u, so u raised to 4 in this form. Okay, so y we could represent it as a function of u and u represented as a function of x. Now you can apply chain rule. So dy by dx derivative is equal to dy by du into du by dx. But what is dy by du? Y is equal to u raised to 4. So dy by du is equal to 4u cube. Right? നമ്മൾ പവേഴ്സിന്റെ differentiation we know how to do. So it's according to that 4u raised to 4 minus 1, which is 3. So it is 4u cube. Now what is du by dx? U is 5x square plus 3. So from here du by dx is equal to du by dx is equal to 5 into 2x. So it is 10x. Derivative of 3 is 0. So it's 10x. 10x. So this is equal to 10 into 4, 40x into, what is u? ഫൈനൽ ആൻസറിൽ യു പാടില്ല, കാരണം യു നമ്മളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. സോ ഫൈനൽ ആൻസറിൽ എക്സ് മാത്രമേ പാടുള്ളൂ. ഡി വൈ ബൈ ഡി എക്സ്, സി വൈ അവർക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ്. അപ്പം നമ്മൾ ആൻസർ കൊടുക്കുന്നതും എക്സിന്റെ ഫംഗ്ഷനിൽ വേണം, യു എന്ന് പറയുന്ന ടേം പിന്നെ ഉണ്ടാവാൻ പാടില്ല. സോ യുവിന് നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. യു ഇസ് ഈക്വൽ ടു
5x square plus 3. So this is equal to, yeah, this is the answer. Multiply, okay, cube. U cube ആണ്. So 5x square plus 3 the whole cube. So this is the answer. ഇതാണ് ചെയിൻ റൂള്. Plenty of examples ഞാൻ തരുന്നുണ്ട് വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ളത്. Please go through that. One more example I will be doing. The rest of them you have to go through. Okay. ചെയിൻ റൂൾ കുറച്ച് ട്രിക്കിയാണ്. നിങ്ങൾ കുറച്ച് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിന്. So that's it. Another function. Suppose y is equal to 3x raised to 4 plus 5 raised to 6. So this is the function. So ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? Choose u as 3x square plus 5. ഈ ബ്രാക്കറ്റിന്റെ ഇൻസൈഡിലുള്ളതിൽ u ആയിട്ട് ചൂസ് ചെയ്തു. Then du by dx എന്തായിരിക്കും? 12x cube. So y is equal to, ഇത് നമ്മൾ u ആയിട്ട് ചൂസ് ചെയ്തു. So u raised to 6. Now what is dy by du? It's 6u raised to 5. Now we have to find dy by dx. It is dy by du into du by dx, which is equal to, what is dy by dx? 6u raised to 5 into du by dx is 12x cube. So it is equal to 12 into 6 is 72x cube into u is 3x raised to 4 plus 5. So this is the answer. The same method that we have done earlier. So that's called chain rule. Next one is higher order derivatives. Next section is higher order derivatives. Higher order derivatives. Higher order derivatives means, suppose you have a